ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിന്റെ നികുതി വിഹിതം എന്ന് പറഞ്ഞാൽ 17.939% നികുതി വിഹിതം വരുന്നത്. കേരളത്തിനാട്ടെ 1.92%. കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. നേരത്തെ 1971 കണക്കായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ 2011 സെൻസസിന്റെ ആണ് എടുക്കുന്നത്. അവിടെയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ വിഷയം പ്രധാനമാകുന്നത്. കേരളം അന്നാണ്, അതിനുശേഷമാണ് 71 കണക്കെടുത്തതിന് ശേഷം കണക്ക് മാറ്റാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ അതിശക്തമായ രീതിയിലേക്ക് ജനസംഖ്യാ നിയന്ത്രണം, ഇന്ത്യ ജനസംഖ്യയിൽ കുതിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകൾ ഇങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കടന്നുപോകും. അതുകൊണ്ട് അതിശക്തമായ രീതിയിലേക്ക് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരുന്നു. കേരളം അത് ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനസംഖ്യ കാര്യമായി ഉയർന്നില്ല. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അങ്ങനെ ഒരു ജനസംഖ്യാ നിയന്ത്രണം, അത് BJP ഇപ്പോൾ ഭരിച്ചപ്പോൾ മാത്രമല്ല, മുമ്പ് SP ഭരിച്ചപ്പോഴും BSP ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഒന്നും അവിടെ അങ്ങനെ ഒരു ജനസംഖ്യാ നിയന്ത്രണം ഒന്നും നടപ്പായിട്ടില്ല. അവിടെ ജനസംഖ്യ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കുതിച്ചാട്ടം ഉണ്ടെങ്കിൽ പോലും അവിടെ അതനുസരിച്ചുള്ള വർധനമല്ല ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വന്നത്. ഇത് 2011 കണക്കെടുത്താൽ തന്നെ UP-യിൽ 19.98 കോടിയാണ് UP-യിലെ ജനസംഖ്യ വരുന്നത്. കേരളത്തിലെ അന്ന് 3.34 കോടിയായിരുന്നു. ആ ഒരു കണക്കെടുത്താൽ കേരളത്തിൻ്റെ ഏകദേശം 6 ഇരട്ടിയാണ് UP-യിലെ ജനസംഖ്യ 2011 കണക്കനുസരിച്ച്. അപ്പോൾ കേരളത്തിന് കിട്ടുന്നതിൻ്റെ, കേരളത്തിന് 1 രൂപ കിട്ടിയാൽ 6 രൂപ കിട്ടാൻ സ്വാഭാവികമായി അവർക്ക് അർഹതയുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നോക്ക സംസ്ഥാനം എന്നതിലേക്ക് അത് കുറച്ചുകൂടി അധികം കൊടുക്കാം. പക്ഷേ 9 ഇരട്ടിയാണ്, ഏകദേശം 1/3 തുക കൂടി അധികമാണ് ഈ സംസ്ഥാനത്തിന് UP-ക്ക് നൽകുന്നത്. UP-യിൽ ഇനി പുതിയ കണക്കൊക്കെ വന്നാൽ, ഏറ്റവും പുതിയ കണക്കൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ UP-യിലെ ജനസംഖ്യ 24.14 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ 3.94 എന്ന് പറയുന്നത് 3.46 കോടിയായിട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. അത് ഏകദേശം 7 ലക്ഷം 8 ലക്ഷത്തിനടുത്ത് വർധനമാണ് കേരളത്തിൽ വന്നെങ്കിൽ, കോടികളുടെ വർധനമാണ് UP-യിൽ ഈ ജനസംഖ്യാ നിരക്കിൽ. ഇപ്പോഴും അവിടെ ആ ജനസംഖ്യാ നിയന്ത്രണം ഒന്നും നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. ഈ അസമത്വം കേരളം ഫലപ്രദമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു വിഷയം നടപ്പാക്കിയതിൻ്റെ പേരിലുള്ള അസമത്വമാണ്. അത് കേരളത്തിൻ്റെ വിഷയം. ഇത് കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല, സമാനമായ വിഷയം ഉയർത്തി കാണിക്കുന്നുണ്ട്. തമിഴ്നാടായാലും കർണാടക ആയാലും തെലുങ്കാന ആയാലും എല്ലാം ഈ വിഷയം ഉയർത്തി കാണിക്കുന്നു. ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാന രാഷ്ട്രീയമാണ് നമ്മൾ ഇതിനെ പരിശോധിക്കേണ്ടത്. അതായത് നമുക്ക് ഈ കണക്കുകളുടെ ഒരു സാങ്കേതികത്വം അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അതിൻ്റെതായ പോളിസികളുണ്ട്. കലാകാലങ്ങളായി തുടർന്ന് വരുന്ന കേന്ദ്ര സർക്കാരുകൾ, ധനകാര്യ കമ്മീഷനൊക്കെ കൊണ്ടുവരുന്ന പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഡൽഹി സമരത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. കാരണം അവിടെ കോൺഗ്രസിൻ്റെ കർണാടക ഘടകം, കർണാടക മുഖ്യമന്ത്രി അടക്കം നടത്തിയൊരു സമരത്തിൽ പങ്കെടുക്കാതിരുന്ന പലരും ഡൽഹിയിൽ ഈ CPM വിളിച്ച സമരത്തിൽ, CPM മുഖ്യമന്ത്രി പങ്കെടുത്ത, CPM മന്ത്രിമാർ പങ്കെടുത്ത സമരത്തിൽ അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് പ്രധാനം. അതായത് നമുക്കറിയാം, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കൊപ്പം CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്കൊപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ടു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇതുമായി ബന്ധപ്പെട്ട് വേദി പങ്കിട്ട പശ്ചാത്തലമുണ്ട്. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ഈ സമരത്തിൻ്റെ ഭാഗമായി. മന്ത്രി, തമിഴ്നാട് IT മന്ത്രി, അവിടുത്തെ DMK-യുടെ പ്രമുഖ നേതാവ് പളനിവേൽ ത്യാഗരാജൻ കറുത്ത വസ്ത്രം ധരിച്ച് ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ദില്ലി സമരത്തിനെ മറ്റൊരു മുഖമാക്കാൻ, ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുഖമാക്കാൻ സാധിച്ചു പിണറായി വിജയന് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവിടെ നമുക്കറിയാം, ജോൺ ബ്രിട്ടാസാണ് അതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലൊക്കെ അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിൽ ആളുകളെ വിളിക്കുന്നതനുസരിച്ച്, പ്രസംഗമൊക്കെ അനുസരിച്ചാണ് ആളുകൾ വന്ന് പ്രസംഗിച്ച് മടങ്ങിയത്. അങ്ങനെ ആവേശകരമായി വിജയകരമായ ഒരു സമരമായി ഇത് മാറുകയും രാഷ്ട്രീയ ഭൂമികയിൽ ഡൽഹിയിൽ അതൊരു പുതിയ നയത്തിൻ്റെ, ചരിത്രത്തിന് തുടക്കമായി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആത്യന്തിക വിജയം.